പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ പ്രത്യേകമായ മധ്യസ്ഥത്തിലും അഗസ്തീനോസ് പുണ്യവാളന്റെ വലിയ സാന്നിധ്യ സംരക്ഷണത്തിലും അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പുണ്യദിനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഈശോയെ, അവിടുത്തെ വലിയ കൃപയും ശക്തിയും ഇടപെടലും നൽകിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ, ഞങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുമനസ്സായിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ അവിടുത്തെ ശക്തമായ നിയന്ത്രണത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ പുത്രനായ ഈശോയുടെ പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ശക്തമായ സാന്നിധ്യ സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് ത്രിയേക ദൈവമേ, അവിടുത്തെ സ്നേഹ കൂട്ടായ്മയിൽ ഒന്നായി തീരുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെയൊക്കെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ മക്കളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ എല്ലാവരുടെയും കാവൽ മാലാഖമാരെ, സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ, മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിന്റെ പൗരത്വമുള്ള ദൈവത്തിന്റെ മക്കളായ ഞങ്ങൾ ആ കരുത്തോടെ, അഭിഷേകത്തോടെ, ശക്തിയോടെ ജീവിക്കുവാൻ ഈ ലോകത്തില് ഞങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ചും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിശക്തമായ പ്രാർത്ഥനയിലൂടെ അനേകായിരങ്ങൾ ഒരുമിച്ച് കൂടി കണ്ണുനീരോടെ, സങ്കടത്തോടെ ദൈവ തിരുസന്നിധിയില് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പുണ്യദിനങ്ങളാണ് ഈ മോണിക്ക പ്രാർത്ഥനയുടെ പുണ്യദിനങ്ങൾ. ഈ ദിവസങ്ങളുടെ കടന്നു പോകുമ്പോൾ അനേകം മക്കളാണ് നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി മക്കളെ പ്രതി വേദനിച്ച് വിളിക്കുന്ന, മെസ്സേജ് വിടുന്ന ഒത്തിരിയേറെ കമന്റുകളൊക്കെ അച്ഛൻ എല്ലാം തന്നെ നോക്കാറുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരുടെയും ഫോൺ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, കാരണം അത്രമാത്രം പേരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം നിങ്ങളുടെ വേദനകളൊക്കെ, നിങ്ങളുടെ മാത്രമല്ല നമ്മുടെയൊക്കെ വലിയ വേദനയാണ്. ഈ വേദനയൊക്കെ വെച്ചുകൊണ്ട് അച്ഛൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാധനയില്, ദിവ്യകാരുണ്യ നമ്മുടെ നിത്യാരാധനയില് ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയോടും യോസേപ്പ് പിതാവിനോടും സ്വർഗത്തോടും മുഴുവനും അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ദൈവം ഇടപെടും മക്കളെ. ദിവസങ്ങളുടെ കടന്നുപോയപ്പോ ഒന്നുകൂടെ കാര്യങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട, ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നു. അത് മറ്റൊന്നല്ല, നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ വിശുദ്ധീകരിക്കണം. അതായത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ മക്കളിലേക്കും തലമുറകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ട ഒത്തിരി പാപത്തിന്റെ, ശാപത്തിന്റെ കടങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്നുണ്ടെന്ന് ഈശോ പറയാം. നമ്മളിന്ന് മക്കൾ എങ്ങനെയായി, അങ്ങനെയായി, അതിൽ തടസ്സം, ജോലി കിട്ടണില്ല, വിവാഹം നടക്കുന്നില്ല, ചില മക്കൾക്ക് വിവാഹം വേണ്ട, ഒത്തിരി പൈശാചിക പീഡകൾ, ദുശീലങ്ങൾ, മദ്യപാനം, ഇങ്ങനെ പല കാര്യങ്ങള് നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നുണ്ട്, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ പിന്നിലൊക്കെ ശക്തമായ ഒരു കാരണമാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിന്റെ, പാരമ്പര്യത്തിന്റെ ഒക്കെ ജീവിതത്തിൽ വന്നു പോയ കടങ്ങളുടെ വലിയൊരു സാന്നിധ്യം. ഒത്തിരിയേറെ അമ്മച്ചിമാരെ പറഞ്ഞു, ഭർത്താവ് പള്ളി പോണില്ല, ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ മക്കളോട് നല്ല കാര്യം പറഞ്ഞാൽ ഭർത്താവ് അതിനെ എതിര് പറയും, ആ മക്കളെ തടസ്സപ്പെടുത്തും, നല്ലത് പറഞ്ഞു കൊടുക്കാൻ സമ്മതിക്കത്തില്ല, ഭർത്താവിന് വിശ്വാസമില്ല,
പ്രാർത്ഥനയില്ല, മദ്യപാനിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തില് ഭർത്താവിലൂടെ, ഭാര്യയിലൂടെ, കാർന്നോമാരിലൂടെ, സഹോദരങ്ങളുടെ കടന്നു വന്ന നമ്മുടെ കുടുംബ വിട്ടത്തിന്റെ, ഒത്തിരി പാപത്തിന്റെ, ശാപത്തിന്റെ, കടങ്ങളുടെ പൈശാചിക ബന്ധനം ഒത്തിരിയേറെ നമ്മുടെ മക്കളെയും സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ അഗസ്തീനോസ് പുണ്യവാളൻ വഴിതെറ്റി പോകാനുള്ള വലിയ കാരണം, ഒന്ന്, പിതാവായ പെട്ടേഷ്യൂസ് ഒരു വിജാതീയനായിരുന്നു. മോണിക്ക പുണ്യവതിയെ മാതാപിതാക്കള് പൈസ കണ്ട് വേറൊന്നും നോക്കാതെ, വിശ്വാസം നോക്കാതെ കെട്ടിച്ചു വിട്ടു. ഇനി അപ്പനോ ഭയങ്കരമായ തല്ലിപ്പൊളി, ഭയങ്കര ദേഷ്യക്കാരൻ, ഭയങ്കരമായ അവിശ്വാസി, അന്ധവിശ്വാസി, അങ്ങനെ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനുണ്ടായ മോനാണ് അഗസ്തീനോസ്. അതുകൊണ്ട് തന്നെ ഈ മകൻ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോ ഈ അപ്പൻ അല്ലെങ്കിൽ മോനിക്ക പുണ്യവതിയുടെ ഭർത്താവായ ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്റെ പാപത്തിന്റെ, എന്റെ അകൃത്യത്തിന്റെ, എന്റെ അശുദ്ധിയുടെ അനന്തര ഫലമാണ്, അതിൽ നിന്നുണ്ടായ കൊച്ചാണ് ഈ അഗസ്തീനോസ്. അതുകൊണ്ട് ഈ മോനിങ്ങനെ ആയെന്ന് പറഞ്ഞ് മോനിക്ക പുണ്യവതിയുടെ അരികില് കണ്ണീരോടുകൂടി ഏറ്റുപറഞ്ഞ്, ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അതിനുവേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പനും മാനസാന്തരപ്പെട്ടു. അപ്പൻ കാരണം മനസ്സിലാക്കി അമ്മയോട് ചേർന്നു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഈ മകനു വേണ്ടി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് നമ്മുടെ കുടുംബങ്ങളില് സംഭവിക്കണം. ഞാൻ പറയും, കടങ്ങളുടെ മേഖല ഈ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയില് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് കർത്താവ് കുരിശിൽ അർപ്പിച്ച ഈ പാപ പരിഹാര ബലിയുടെ അനന്ത യോഗ്യത അവകാശപ്പെട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കടങ്ങളുടെ മേഖല ഒന്നാണ് കടങ്ങൾ. ഇത് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ കടങ്ങൾ നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ കുടുംബ വിട്ടത്തില്, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തില് അതിശക്തമായി കുമിഞ്ഞു കൂടി കിടക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞ? ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തില്ല. ഓരോ മേഖലകളിലും കുടുംബ ജീവിതത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം, സാപത്ത് ആചരിക്കണം. അതോടൊപ്പം ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. മക്കൾക്ക് ജന്മം കൊടുക്കണം. അടുത്ത പറഞ്ഞില്ലേ, ജെറമ്യാ പ്രവാചന പുസ്തകം 29-ാം അധ്യായത്തിന്റെ 6-ാം വചനം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വചനം അവിടെയൊക്കെ പറഞ്ഞുണ്ട്, നിങ്ങൾ പെരുകണം, സംഖ്യ കുറഞ്ഞു പോകരുത്, നിങ്ങൾ മക്കൾ ജനിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തോ? നമ്മുടെ കുടുംബങ്ങൾ 1, 2, 3 ഉള്ളൂ. അത് സ്വാർത്ഥരായ മക്കള് ദൈവത്തിന്റെ പ്രമാണം ലംഘിച്ച, അല്ലെങ്കിൽ ദൈവം പറഞ്ഞത് അനുസരിക്കാത്ത ഒരവസ്ഥ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ കടങ്ങൾ ഒത്തിരിയുണ്ട് മക്കളെ. കടങ്ങള് മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത, മാതാപിതാക്കൾ അനുസരിക്കാത്ത. ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാണ്, ദൈവം യോജിപ്പിച്ചത്, മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതനുസരിക്കാത്ത, തമ്പുരാനെ പറഞ്ഞ് അങ്ങനെ ജീവിക്കണം. ദാമ്പത്യ ജീവിതം, അതിന് വെറുപ്പ്, വൈരാഗ്യം, ഭിന്നത, ഒരുമിച്ച് ജീവിക്കത്തില്ല, വാശി, ചിലപ്പോഴെങ്കിലും ഡൈവോഴ്സ്, വേറിട്ട് പോയ മാതാപിതാക്കളുടെ മക്കള്. അങ്ങനെ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ കടങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കുമിഞ്ഞു കിടക്കുമ്പോ അവിടെ ശാപങ്ങള്, പിശാചിന് അവകാശങ്ങള്, അവന്റെ ആധിപത്യം, അവന്റെ അടിമത്തം, അവന്റെ ബന്ധനം ഇങ്ങനെ നിൽക്കും. ആ കുടുംബത്തിലുള്ള മക്കൾക്ക് വിശുദ്ധ ജീവിക്കാൻ പറ്റില്ല. കാരണം അവരെ നയിക്കുന്നത് ഈ പൈശാചിക ആധിപത്യമാ. പറഞ്ഞില്ലേ, ആത്മാവാണ് ജീവൻ തരുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഒരു കുടുംബത്തിലുള്ള, ഒരു പാരമ്പര്യത്തിലുള്ള, മാതാപിതാക്കളിലുള്ള പാപത്തിന്റെ അല്ലെങ്കിൽ പ്രമാണ ലംഘനത്തിന്റെ ഒത്തിരിയേറെ ശാപങ്ങളും പൈശാചിക അധികാരങ്ങളുമൊക്കെ മക്കളെയും തലമുറകളെയൊക്കെ സ്വാധീനിക്കും. ഇന്ന് ശരിക്കും ഇരുന്ന് നിങ്ങളുടെ മക്കളെയൊക്കെ ഒന്ന് പഠിച്ചോ ഈ ഒരു മേഖലയുമായിട്ട്. അപ്പൊ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ കടങ്ങൾ ഏറെയുണ്ട്. ഇനി 2,
ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന്റെ കടങ്ങൾ. ചെയ്യരുത്, വ്യഭിചരിക്കരുത്, മദ്യപിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അവിഹിത ബന്ധം പുലർത്തരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്, എന്റെ പ്രിയ കൊലപാതകം ചെയ്യരുത്. ഇന്ന് ചെയ്യരുതെന്ന് പറഞ്ഞ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ചെയ്തുപോയി. ആഭിചാര്യം, മന്ത്രവാദം, ദൈവിക നിന്ദകള്, വ്യഭിചാരം, കൊലപാതകം, ഗർഭചിത്രം, ആത്മഹത്യ, ഇതൊക്കെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, തലമുറകളെ സ്വാധീനിക്കും. ദിവസങ്ങളിൽ കുറെ പേര് വിളിച്ചു, സംസാരിച്ചു, കാണാൻ വന്നു. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ സംസാരിക്കുമ്പോ കുടുംബത്തില് മദ്യപാനം, ആത്മഹത്യ, വ്യഭിചാരം, അവിഹിത ബന്ധം, ഭർത്താവ് വേറൊരുത്തിയുടെ കൂടെ, അങ്ങനെ ഒത്തിരിയേറെ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന്റെയും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെയും കടങ്ങൾ എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കിടക്കുന്നുണ്ട്. അതിൽ നിന്നുണ്ടായ മക്കളല്ലേ നമ്മുടെ മക്കളൊക്കെ. ഈ മക്കളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചില മേഖലകളിൽ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് കർത്താവിന്റെ കരുണയിലേക്ക് വരണം. എന്താണ് കരുണ? പാപത്തെ ഏറ്റെടുത്ത, ശാപത്തെ നീക്കിയ, മരണത്തെ പരാജയപ്പെടുത്തിയ, കടങ്ങൾ വീട്ടിക്കൊണ്ട് കടങ്ങളുടെ പൊറുതിക്കായിട്ട് കർത്താവ് അർപ്പിച്ച ബലി കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞു, എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയായി. എന്താണ് പൂർത്തിയായ? ഞാനിങ്ങനെ പറയും, നമുക്കൊരു 3-4 ലക്ഷം രൂപ ബാങ്കില് കടമുണ്ടെന്ന് ഓർത്തു. ആ കടം നമുക്ക് വേണ്ടി ആരെങ്കിലും കൊടുത്തു വീട്ടിയിട്ട് പറയാണ്, എല്ലാം പൂർത്തിയായി കേട്ടോ. ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഇങ്ങനെ പറയാ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം പൂർത്തിയായി. അപ്പൊ നമ്മുടെ കടങ്ങൾ വേറൊരുവൻ എടുത്ത് വീട്ടിയിട്ട് പറയാ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം പൂർത്തിയായിട്ടോ എന്ന് പറഞ്ഞ പോലെ ഈശോ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കർത്താവ് പാപങ്ങൾ ഏറ്റെടുത്ത് അതെല്ലാം വീട്ടി, കടങ്ങൾ വീട്ടി, എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ച. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ കടങ്ങളുടെ പൊറുതിക്കായിട്ടും പാപങ്ങളുടെ മോചനത്തിനായിട്ടും ഈശോ അർപ്പിച്ച ബലിയുടെ അനന്ത യോഗ്യത അവകാശപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊരു വേരാണ്, അതൊരു ആത്മാവാണ്, അതൊരു ആധിപത്യമാണ്, അതൊരു അടിസ്ഥാനമാണ്. ആ ആധിപത്യം, ആ ഒരു വേര്, ആ ഒരു അധികാരം പിഴുതെടുത്ത് കളഞ്ഞാൽ നമ്മുടെ പല മക്കളും മാനസാന്തരപ്പെടും. അടിമപ്പെടുത്തി വച്ചേക്കുന്ന പിശാച്, പാരമ്പര്യത്തിന്റെ, കുടുംബത്തിന്റെ ഒത്തിരി ആധിപത്യങ്ങളുടെ, ചില രോഗപീഠകള്, ചില പൈശാചികമായ ശക്തികള്, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ കുമിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ കടങ്ങളുടെ മേഖലകളിലൂടെ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ ഇന്നലെയൊക്കെ ഈ ദിവസങ്ങളിൽ ഇരുന്ന് ഈ മേഖലകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഞാനും എന്നെയും കണ്ടൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞ വലിയൊരു മേഖലയാണ് നമ്മുടെ കുടുംബത്തിന്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട ശാപങ്ങളും മരണത്തിന്റെ നിയമങ്ങളും. പിശാചിന് അവകാശം കിട്ടി, ഈ കടങ്ങളിലൂടെ പിശാചിന് അവകാശം കിട്ടി, അവന് അധികാരം കിട്ടി, അത് മക്കളെ ആധിപത്യം പുലർത്തി. അതല്ലേ റോമ 5:14 പറഞ്ഞുണ്ടല്ലോ, ആദത്തിന്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാത്തവരുടെ മേൽ പോലും പാപത്തിന്റെ വേദനമായ മരണം ആധിപത്യം പുലർത്തി. പാപത്തിന്റെ വേദനം. ഇപ്പൊ ആദം പഴം പറിച്ചു തിന്നപ്പോ കായൻ പഴമല്ല പറിച്ചു തിന്ന് അവൻ സ്വന്തം സഹോദരനെ കൊന്നു. അപ്പന്റെ പാപത്തിലൂടെ കടന്നു വന്ന മരണത്തിന്റെ നിയമം, പിശാചിന്റെ ശക്തി കായേനിലൂടെ കൊലപാതകമായിട്ട് മാറി എന്ന് പറഞ്ഞ പോലെ അപ്പൻ ചെയ്ത, അമ്മ ചെയ്ത അതേ പാപം തന്നെ ആകണമെന്നില്ല മക്കൾ ചെയ്യുന്ന. അതിനേക്കാളും വലുത്. അപ്പൻ മദ്യപാനിയാണെങ്കിൽ ചിലപ്പോൾ മകൾ മദ്യപാനി തന്നെ ആകണമെന്നില്ല, വ്യഭിചാരിയാകാം, അനുസരണക്കേട് കാണിക്കുന്ന വ്യക്തിയാകാം. അങ്ങനെ നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ആത്മീയമായ മേഖലയിൽ
വിശ്വാസത്തിന്റെ ജീവിതത്തില്, അനുസരണത്തിന്റെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തിന്, പാരമ്പര്യത്തിന്, തലമുറയ്ക്കൊക്കെ വന്നുപോയ പാപത്തിന്റെ ശാപങ്ങളും കടങ്ങളും അതിലൂടെ പിശാചിന് ലഭിച്ച നിയമപരമായ അവകാശങ്ങളുമൊക്കെ നമ്മുടെ മക്കളെയും നമ്മുടെ തലമുറയെയും സ്വാധീനിക്കും. അതുകൊണ്ട് മക്കള് മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു മേഖല കൂടി ഒന്ന് പരിശോധിക്കണം എന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ പരിശോധിക്കും. ഒരു മാനസാന്തരത്തിനു വേണ്ടി തമ്പുരാന് മുമ്പിൽ മോണിക്കാപ്പണി മതി. ഭർത്താവിന്റെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹം മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്ന് അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോ മകന് വലിയ മാനസാന്തരത്തിന്റെ ശക്തി ലഭിച്ചു, അഭിഷേകം ലഭിച്ചു, അരൂപി ലഭിച്ചു. ഇതുപോലെ നമ്മുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കും. ഒത്തിരി പേര് പറഞ്ഞു, എന്റെ അച്ഛ ഭർത്താവ് പ്രാർത്ഥിക്കത്തില്ല, ഭർത്താവ് മക്കളെ പാപത്തിന് പ്രേരിപ്പിക്കും, ഒത്തിരിയേറെ മദ്യപാനം, ഒത്തിരിയേറെ അവിഹിത ബന്ധം, വേറൊരുത്തരുടെ കൂടെ പലരുടെ കൂടെ ജീവിക്കുന്നവര്, അങ്ങനെയൊക്കെ വേദന കാമിച്ച് പറയാം. അങ്ങനെ അപ്പൻ ഇന്ന് മോനുണ്ടല്ലോ പെണ്ണുങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് വ്യഭിചരിക്കുന്നു. അപ്പൻ ഈ പാപം ചെയ്തപ്പോ മകൻ അപ്പന്റെ മുമ്പിൽ വെച്ച് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് വീട്ടിൽ നോർത്ത്. അതുകൊണ്ട് ആ അരൂപിയുടെ സ്വാധീനം മക്കളെ അടിമപ്പെടുത്തും. ക്രൂരതയിലും പൈശാചികതയിലും അപ്പനോട് സ്നേഹമില്ല, അമ്മയോട് സ്നേഹമില്ല, വാപടിച്ച തെറി വിളിക്കത്തുള്ളൂ, ഇരുന്ന് മദ്യപിക്കും, ആര് കണ്ടാലും പേടിയില്ല. കാരണം ഇവിടുന്ന് ഈ അരൂപി അവിടെ നിന്ന് കിട്ടിയ മക്കളെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ കിടക്കുന്ന ഈ പാപത്തിന്റെ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ കടങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഒത്തിരിയുണ്ട്. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന്റെ കടങ്ങൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇഷ്ടം പോലെ ഇല്ല, അതൊക്കെ ഉണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ കർത്താവിന്റെ ബലി. കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് ഈശോ അർപ്പിച്ച ഈ ബലിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിയോഗം വെച്ച് ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരുണക്കൊന്നു ചൊല്ലി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന് മേലുള്ള കടങ്ങളെ വീട്ടിക്കൊണ്ട് പരിഹാരം ചെയ്ത് കർത്താവ് കുരിശിലെ ബലിയുടെ ആനന്ദ യോഗ്യതയാൽ പീഡാസഹനത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും മക്കളുടെ മേലും കരുണയായിരിക്കണമേന്ന് പ്രാർത്ഥിച്ച് കടങ്ങളുടെ പൊറുതിക്കായി ഈശോ അർപ്പിച്ച ഈ പാപ പരിഹാര ബലി എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് നമ്മെ വീണ്ടെടുത്ത ഈ കർത്താവിന്റെ കുരിശും മരണത്തെ എന്റെ പ്രിയപ്പെട്ട മക്കളെ തിരിച്ചറിവോടെ നമ്മൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ അതിന്റെ ശാപവും അച്ഛൻ ഏറ്റവും കൂടുതലായിട്ട് പറയുക, അതിലൂടെ പിശാചിന് ലഭിക്കുന്ന നിയമപരമായ അവകാശം നമ്മുടെ മക്കളെ അവൻ ഏറ്റെടുക്കും, അവകാശപ്പെടുത്തും, അവൻ നയിക്കും, അവൻ നിയന്ത്രിക്കും, അവൻ നശിപ്പിക്കും. യോഹന്നാൻ 10:10 കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും വേണ്ടി വന്ന പിശാച് നമ്മുടെ മക്കളെ ഇതുപോലെ നശിപ്പിച്ച് കൊന്ന് ഇല്ലാതാക്കും. ഒത്തിരിയേറെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട അച്ഛൻ പ്രാർത്ഥിച്ചപ്പോ ഈശോ വെളിപ്പെടുത്തി തന്ന ഒരു മേഖലയാണ്, സത്യമാണ് നമ്മുടെയൊക്കെ കുടുംബത്തിലെ ഈ ഒരു മേഖല. അതിന് വഴിയുണ്ട്. അതാണ് ഈശോ നമുക്ക് വേണ്ടി പൂർത്തീകരിച്ചത്. അതിനു വേണ്ടി നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. മക്കളെ വെറുത്തിട്ടോ ശപിച്ചിട്ടോ ഒത്തിരി ഇതിനു വേണ്ടി ഓരോ സ്വഭാവം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ കാര്യമില്ല. ഒരു മേഖലയിലും അടിസ്ഥാനങ്ങൾ നമ്മൾ മാറ്റണം. അതാണ് ഈ കുമിഞ്ഞു കിടക്കുന്ന കടങ്ങളും അതിന്റെ ശാപങ്ങളും അതിലൂടെ ലഭിച്ച പിശാചിന്റെ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ബ്രേക്ക് ചെയ്യണം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവാം. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിന്റെ ദൈവത്തിന്റെ വലിയ കരുണ. യോഹന്നാൻ 3:16 അവരിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യം ഈ കുരിശിൽ നമ്മൾ അനുഭവിക്കുകയാണ്. ഈ കുരിശിൽ മരിക്കാൻ ഈശോയെ നമുക്ക് തന്നത് പിതാവ്. പാപത്തിന് പരിഹാരമായിട്ട്, ശാപത്തിന് മോചനമായിട്ട്, മരണത്തിന് പരിഹാരമായിട്ട് ജീവൻ നൽകാൻ വേണ്ടി, കടങ്ങൾ വീട്ടാൻ വേണ്ടി, പിശാചിനെ തല തകർക്കാൻ വേണ്ടി, ആധിപത്യങ്ങളെ അവകാശങ്ങളെ അവസാനിപ്പിക്കാൻ വേണ്ടി യേശു അർപ്പിച്ച, ഈശോ പൂർത്തീകരിച്ച രക്ഷാകര രഹസ്യങ്ങൾ ഈ കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രക്ഷാകര പ്രവൃത്തികൾ നമ്മളും നമ്മുടെ കുടുംബത്തിന് വേണ്ടി, പാരമ്പര്യത്തിന് വേണ്ടി നമ്മൾ സ്വന്തമാക്കണം. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
ആരെയും പഴിച്ചിട്ട് കാര്യമില്ല, ഭർത്താവിനെ പഴിച്ചിട്ട് കാര്യമില്ല, ഭാര്യയെ പഴിച്ചിട്ട് കാര്യമില്ല, മക്കളെ പഴിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ കുടുംബത്തെ പഴിച്ചിട്ട് ശപിച്ചിട്ട് കാര്യമില്ല. ഈ മേഖലകളിൽ ഒരു പരിഹാരം ഈ ബലിയിലൂടെ നമ്മൾ കൈവരിക്കണം. വേണ്ടി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാധിക്കുന്ന മക്കളൊക്കെ ഈ മേഖലയിൽ നല്ല പോലെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് നിയോഗം വെച്ച് എന്ന് പറഞ്ഞാൽ നിയോഗം വെച്ച് പള്ളി പോയി ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ബലികളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കരുണയുടെ ജപമാല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒത്തിരി പേര് അച്ഛനെ വിളിക്കുന്നുണ്ട്. വീണ്ടും അച്ഛൻ പറയാം അച്ഛനെ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, എങ്കിലും ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം വിളിച്ചോ. പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ ധ്യാനങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ശക്തീകരണത്തിന്റെയും വിടുതലിന്റെ മേഖലയിൽ കുടുംബവിട്ടത്തെ ഈ മേഖലയിൽ വിടിവിച്ചെടുക്കാൻ വേണ്ടി പാപപരിഹാര ബലിയും ഡെലിവറൻസ് ആരാധനകളും ബഹിഷ്കരണ പ്രാർത്ഥനകളും ഒക്കെ നിറയപ്പെട്ട താമസിച്ച ധ്യാനങ്ങൾ നമ്മുടെ ഇവിടെയുണ്ട്. വാരാന്ത്യ ധ്യാനങ്ങളും അല്ലാതെ ചില ധ്യാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ തലമുറയെ കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ശക്തിയിൽ വിടുവിച്ചെടുത്ത് യഥാർത്ഥമായ രക്ഷ നമുക്ക് സ്വന്തമാക്കണം. അതിനൊക്കെ വേണ്ടി നിങ്ങളെ അച്ഛൻ വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി കർത്താവിന്റെ ബലി, അതാണ് കർത്താവ് കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര പ്രവൃത്തികളാണ് മക്കളെ ദൈവത്തിന്റെ കരുണ. അത് സ്വന്തമാക്കി എടുക്കേണ്ട പോലെ സ്വന്തമാക്കി എടുക്കാനൊക്കെ ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോയുടെ കരുണ നമ്മിലേക്കും നമ്മുടെ മക്കളിലേക്കും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങൾക്ക് ജീവൻ നൽകുവാൻ വേണ്ടി, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി, ഞങ്ങൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഞങ്ങളുടെ മേൽ കരുണ ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങള്, ഞങ്ങളുടെ മേലുള്ള ശാപങ്ങള്, ഞങ്ങളുടെ മേലുള്ള പാപത്തിന്റെ നിയമങ്ങള്, മരണം, തകർച്ചകള്, പാപത്തിന്റെ കടങ്ങള് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതിലൂടെയൊക്കെ പിശാചന് ഞങ്ങളുടെ മേൽ ലഭിച്ച നിയമപരമായ അവകാശങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടിക്കൊണ്ട് അങ്ങ് കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി രക്ഷ പൂർത്തിയാക്കി. ആ വലിയ കരുണ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യമായി ഓരോ ദിവസവും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് വീണ്ടും വീണ്ടും ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിച്ചുകൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന, രക്ഷയിലേക്ക് ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ മഹാകരുണയിലേക്ക് ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ മക്കളെയും, പ്രത്യേകമാവിധം ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിയോടെ അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ കൃപകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത്, രക്ഷാകര പ്രവൃത്തികളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു കർത്താവേ. കരുണയുള്ള കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയെ തന്നെ തന്ന കർത്താവേ, ഞങ്ങളുടെ കടങ്ങൾ വീട്ടിയ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂക്കപ്പെട്ട യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് വലിയ വിടുതലിന് വേണ്ടി, ആ വലിയ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളങ്ങെ ആരാധിച്ച് സ്തുതിച്ച് സമർപ്പിക്കുന്നു. ഓ മഹത്വം, മഹത്വം, മഹത്വം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. നന്ദി, 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 നന്ദി. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ. അങ്ങയുടെ കുരിശുമരണത്തിന്റെ ശക്തി, അങ്ങയുടെ രക്ഷാകര പ്രവൃത്തികൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും പ്രകടമാക്കിക്കൊണ്ട് ഇന്ന് ഈ ആരാധനയിൽ വലിയ വിടുതലായി, സൗഖ്യമായി, വിമോചനമായി, സമാധാനമായി, വീണ്ടെടുപ്പായി അങ്ങയുടെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളിൽ പ്രകടമാക്കിക്കൊണ്ട് വലിയ മാനസാന്തരത്തിലേക്കും തടസ്സങ്ങൾ മാറ്റി, കെട്ടുകൾ പൊട്ടിച്ച്, ബന്ധനങ്ങളെ തകർത്ത് ഞങ്ങളുടെ മക്കളെ
വിടുവിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ അങ്ങേ മക്കൾ കണ്ടിടട്ടെ. ഈശോയെ, ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ അങ്ങേ മക്കൾ കണ്ടിടട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് എല്ലാ മക്കളെയും അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ ഈ വലിയ കൂട്ടായ്മയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അനേക മാതാപിതാക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, വോയിസ് മെസ്സേജുകൾ, ഫോൺ വിളികൾ, കമന്റുകള്, പ്രാർത്ഥനകള്, ഒത്തിരി മെസ്സേജുകള്, ചങ്കുപൊട്ടാണ് ഈശോയെ. അതുപോലെ വേദനിക്കുന്ന മക്കള്, വഴിതെറ്റിപ്പോയ മക്കളെ ഓർത്ത്, തകർന്നു പോയ മക്കളെ ഓർത്ത്, രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ എന്ന പോലെ പാതാളത്തിലേക്ക് വീണ് പിശാചിനെ പിടിയിൽ അമർന്ന് ലഹരിക്കും കൂട്ടുകെട്ടിനും മ്ലേച്ഛതയ്ക്കും ലോകാരൂപിക്കും പല പല പൈശാചികതകൾക്കും അടിമപ്പെട്ടു പോയ മക്കളെ ഓർത്ത് നിലവിളിക്കുന്ന അമ്മമാരുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെയും കണ്ണുനീരും നൊമ്പരങ്ങളും വേദനകളും സമർപ്പിക്കുമ്പോൾ ഈശോയെ, ആ മക്കളെല്ലാവരെയും, ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജയിലിൽ കഴിയുന്ന മക്കളുണ്ട്, രോഗത്തിന് അടിമപ്പെട്ടു പോയ മക്കളുണ്ട്, ജീവിതത്തിൽ പൈശാചികമായ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട്, തെറ്റായ സ്നേഹബന്ധങ്ങൾക്ക് അടിമപ്പെട്ട്, മ്ലേച്ഛതയിൽ അടിമപ്പെട്ട്, ജഡികാസക്തിയിൽ അടിമപ്പെട്ട് കർത്താവേ കുടുങ്ങിപ്പോയ മക്കൾ, എല്ലാ മക്കളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ആരൊക്കെയാണോ ഒത്തിരിയേറെ പ്രാർത്ഥനാ സഹായങ്ങൾ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അനേക ആയിരങ്ങളാണ് ഈശോയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിളികളൊക്കെ അങ്ങ് കാണണമേ, അങ്ങ് കേൾക്കണമേ. എന്നോട് സംസാരിച്ച കർത്താവേ, എന്നോട് പങ്കുവച്ച മെസ്സേജുകള്, അനുഭവങ്ങള്, അവസ്ഥകള്, പ്രാർത്ഥനകള് എല്ലാം കർത്താവേ, ഈ മക്കളുടെ വലിയ കൂട്ടായ്മയിൽ അങ്ങേ തിരുസന്നിധിയിൽ, അങ്ങേ തൃപാദത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, ഏറ്റെടുക്കണമേ കർത്താവേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ മക്കളുടെ ജീവിതത്തില്, ഇവിടെ അവസ്ഥകളില്, ഇവിടെ മക്കളില് എല്ലാം ഇടപെടണമേ. അങ്ങയുടെ കുരിശുമാന ശക്തി വ്യാപരിക്കട്ടെ. കർത്താവിന്റെ മുമ്പിലേക്ക് ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിലൊക്കെയുള്ള എല്ലാ കടങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ മക്കളും മരിച്ചുപോയ പൂർവികരും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ പോയതിന്റെയും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന്റെയുമായ ഒത്തിരിയേറെ കടങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കടങ്ങൾ ഏറ്റെടുത്തു. അങ്ങ് ഞങ്ങളുടെ ശാപങ്ങൾ നീക്കി. അങ്ങ് ഞങ്ങളുടെ മേലുള്ള മരണത്തെ പരാജയപ്പെടുത്തി. അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തു. ഈശോയെ, അങ്ങ് സാത്താനെ, ഞങ്ങളുടെ മേലുള്ള സാത്താന്റെ അധികാരങ്ങളെ, അവകാശങ്ങളെ കുരിശിലെ മരണത്തിലൂടെ അവസാനിപ്പിച്ചു, എല്ലാം പൂർത്തിയാക്കി. ഈശോയെ, ഇന്ന് ആ കരുണയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതിന് അനന്തര ഫലങ്ങൾ ഞങ്ങളുടെ മക്കളെ അടിമപ്പെടുത്തി സാത്താന്റെ അധികാരത്തിലും അവകാശത്തിലും എവിടെയൊക്കെ അടിമപ്പെടുത്തി വച്ചിട്ടുണ്ടോ ഈശോയെ, അതെല്ലാം എടുത്തു മാറ്റി ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കുരിശുമരണത്തിന്റെ ശക്തിയാൽ, ബലിയുടെ യോഗ്യതയാൽ, അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തിയാൽ, അങ്ങയുടെ അതിദാരുണമായ പീഡാസഹനത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ മക്കളെ കടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാപശക്തികളെയും, രോഗശക്തികളെയും, ശാപശക്തികളെയും, എല്ലാ തടസ്സങ്ങളും, വിവാഹം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, പരീക്ഷയിൽ പാസ്സാകുന്നില്ല, ഒത്തിരിയേറെ അടിമത്തങ്ങള്, ഡിപ്രഷൻ, മാനസിക വിഭ്രാന്തി, ഭയം, നിരാശ, അലസത, മടി, ഇങ്ങനെ പല പല മേഖലകളിൽ ഞങ്ങളുടെ മക്കളെ അടിമപ്പെടുത്തി വച്ചിട്ടുള്ള പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ, അതിന്റെ കാരണങ്ങളായ കടങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവേ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോയെ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. അങ്ങയുടെ കരുണ, അങ്ങയുടെ വലിയ കരുണ, അങ്ങയുടെ വലിയ കരുണ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തിന്റെ മേലും ഈ തലമുറയുടെ മേലും, പ്രത്യേകിച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥയിൽ വഴിപിഴച്ചു പോയിരിക്കുന്ന, തടസ്സപ്പെട്ട് കിടക്കുന്ന, ബന്ധിച്ചിട്ടിരിക്കുന്ന സാത്താന്റെ ആധിപത്യ അധികാര ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ. സാധാരണ പിടിയിൽ നിന്ന് വിടിവിക്കണമേ ഈശോയെ. അങ്ങയുടെ കരുണയുടെ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കണമേ. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഈശോയെ. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ അങ്ങ് സമുദ്ധരിക്കുകയും ചെയ്തുവല്ലോ. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് അങ്ങ് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് അങ്ങ് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. കുരിശിന്റെ പേരിലൂടെ ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ അങ്ങ് മഹത്വം അണിയിച്ചു. കർത്താവേ, ആ മഹത്വത്തിന്റെ സമ്പന്നതയിൽ, ആ മഹത്വത്തിന്റെ പൂർണ്ണതയിൽ ഇത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കുരിശിലൂടെ പൂർത്തീകരിക്കപ്പെട്ട മഹത്വത്തിന്റെ ആ വലിയ സമ്പന്നതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ മേൽ എല്ലാ കൃപകളും ചൊരിയണമേ. ഫിലിപ്പി 4:19 എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകും എന്ന് പറഞ്ഞ ആ മഹത്വത്തിന്റെ സമ്പന്നത കുരിശിൽ അങ്ങ് പൂർത്തീകരിച്ചാൽ ആ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം, മക്കൾക്ക് മാനസാന്തരം, തിരിച്ചു വരാനുള്ള കൃപ, പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ, സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തെറിയാനുള്ള കൃപ, ജോലിയിൽ വിജയം, തടസ്സങ്ങൾ മാറുന്ന വലിയ വിജയം, പരീക്ഷയിൽ വിജയം, എല്ലാ ബന്ധനങ്ങളും, എല്ലാ തടസ്സങ്ങളും, എല്ലാ കട്ടുകളും അഴിഞ്ഞു മാറിപ്പോകട്ടെ. ആ വലിയ കരുണ, ആ വലിയ കരുണ, ആ വലിയ കരുണ കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് യാചിക്കുന്നു. ആ വലിയ കരുണ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേലും കുടുംബത്തിന് മേലും ചൊരിയണമേ. ഈശോയേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല ഈശോയെ. ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളുടെ മക്കളെ വീണ്ടെടുക്കുവാൻ, ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കുവാൻ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ഈശോയെ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല ഈശോയെ. അങ്ങാണല്ലോ ഏകരക്ഷകൻ, അങ്ങയാണ് വിമോചകൻ, അങ്ങാണ് പാപമോചകൻ, അങ്ങാണ് ജീവദാതാവ്. അങ്ങേക്ക് മാത്രമേ പറ്റൂ. ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമാം പീഡ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. കർത്താവേ, അങ്ങയുടെ വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറയോട്, ഞങ്ങളുടെ കുടുംബത്തോട്, മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തോട് കരുണയായിരിക്കണമേ. എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണമേ. എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റണമേ. എല്ലാ ബന്ധനങ്ങളും തകർത്തെറിയണമേ. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അങ്ങയുടെ കരുണയ്ക്കായി യാചിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും വഴി വന്നു പോയ സകല പാപങ്ങളും നിൻ സുതനീശോധൻ തിരുരക്തത്താലേ കഴുകേണമേ, വിശുദ്ധീകരിക്കണമേ.
വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ, മക്കളെ വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ, കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിസ്സഹായതകളും ഒന്നും ചെയ്യാൻ പറ്റണില്ല ഈശോയെ. അതുപോലെ തകർന്നു പോയ അനേക മക്കൾ കേട്ടിട്ട് സഹിക്കാൻ പറ്റണില്ല ഈശോയെ. അതുപോലത്തെ സങ്കടങ്ങൾ, ഒത്തിരി അവസ്ഥകളെ കുറിച്ചൊക്കെ പറയുമ്പോ തലം മരവിച്ച് പോവാണ് ഈശോയെ. ഈശോയെ, അതെല്ലാം അങ്ങയുടെ കുരിശോട് ചേർത്ത് സമർപ്പിക്കുന്നു, അങ്ങയുടെ തിരുശിരസിലേക്ക് സമർപ്പിക്കുന്നു, അങ്ങയുടെ തിരുത്തോളിലേക്ക് സമർപ്പിക്കുന്നു, അങ്ങയുടെ തിരുശരീരത്തിലേക്ക് സമർപ്പിക്കുന്നു, അങ്ങയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വലിയ രക്ഷ, അങ്ങയുടെ വലിയ ജീവന്റെ സമൃദ്ധി അങ്ങയുടെ മക്കളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥിക്കുക ഈശോയോട്. കർത്താവ് കാരുണ്യവാനാണ്, കരുണ കാണിക്കുന്നതിൽ അത്യുദാരനാണ്. ഞാൻ കരുണയാണെന്നല്ല ഈശോ പറഞ്ഞ്. ഏതു വലിയ പാപിക്കും എത്രമാത്രം വലിയ കടമുണ്ടെങ്കിലും അതെല്ലാം ഈശോ വീട്ടിക്കൊണ്ട് നമ്മെ രക്ഷിച്ചു, എല്ലാം അവിടുന്ന് പൂർത്തിയാക്കി. ആ വലിയ കരുണയ്ക്ക് വേണ്ടി പശ്ചാത്താപത്തോടെ എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബത്തോട് ഈശോയുടെ മാപ്പ് ചോദിക്കും. നന്നായിട്ട് കുമ്പസാരിച്ച് കർത്താവിന്റെ പാപപരിഹാര ബലി നിയോഗം വെച്ചർപ്പിച്ച് കരുണയുടെ ആ വലിയ ആഴത്തിലേക്ക് കടന്നു വന്ന് ഈശോയുടെ അതിദാരുണമായ ഈ പീഡാസഹനങ്ങളെ അവകാശപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, കർത്താവ് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും കരുണയായിരുന്ന് എല്ലാ കടങ്ങളും എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബത്തെ മോചിപ്പിച്ച് അതിലൂടെ കടന്നു വന്ന സാത്താന്റെ ആധിപത്യങ്ങളെ, അവകാശങ്ങളെ അവസാനിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. ഞങ്ങളെയും അങ്ങയോട് ചേർക്കണമേ. അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ ഭക്ഷിക്കണമേ. വലിയ പ്രാർത്ഥനയോടെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. മക്കളെ, കർത്താവിന്റെ വലിയ കരുണ, ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം, ഒരിക്കലും വറ്റാത്ത കരുണയുടെ ആഴക്കടൽ. ഈശോ പറഞ്ഞില്ല, എന്റെ കരുണ നിലില്ലാത്ത കടൽ പോലെയാണ്. ആ കരുണയിലേക്ക് നമ്മെ തന്നെ പരിപൂർണമായും സമർപ്പിച്ചുകൊണ്ട് നിശബ്ദമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ അവസ്ഥകളും നിയോഗങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് കേട്ട വചനത്തിന്റെയും സന്ദേശമനുസരിച്ച് കടങ്ങളുടെ പൊറുതി, പാപങ്ങളുടെ മോചനം, അതിലൂടെ നൽകുന്ന ജീവന്റെ സമൃദ്ധി, രക്ഷ ഈശോയോട് നമുക്ക് ചോദിച്ചു പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് ഈശോയോട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും കടങ്ങൾ നമ്മുടെ മക്കളുടെ മേലുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ കടങ്ങളും ഈശോയെ എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കും. മക്കളെ, ഈശോ നമ്മെ ആശീർവദിക്കുന്ന ഈ സമയം നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കർത്താവെ കടങ്ങൾ വീട്ടിക്കൊണ്ട് അങ്ങ് കുരിശിൽ പൂർത്തീകരിച്ച ആ രക്ഷ അതിന്റെ പൂർണ്ണതയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും നിറച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി എല്ലാം സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.